ഹലോ. അപ്പം നമ്മൾ ഒരു ഈസി ആയിട്ടുള്ള കീ ചെയിനാണ് ഞാൻ ഇന്നുണ്ടാക്കുന്നത്. ഞാൻ ഈ കീ ചെയിൻ മാത്രമല്ല ഇന്നുണ്ടാക്കുന്നത്, ഞാൻ കുറേ കീ ചെയിൻ ഉണ്ടാക്കുന്നുണ്ട്. ടോട്ടൽ ഞാൻ 3 കീ ചെയിൻ ഉണ്ടാക്കുന്നുണ്ട് ഈ കീ ചെയിൻ വെച്ച്. ഈ കീ ചെയിൻ പോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കീ ചെയിൻസ് ആണ് ഞാൻ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ ഒരു ഫുൾ വീഡിയോ ആയിരിക്കും ഞാൻ ഇടാൻ പോകുന്നത്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഫുൾ വീഡിയോ നോക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഷോർട്സിലും കാണാൻ പറ്റും. അപ്പോൾ ഞാൻ എന്താ ഇങ്ങനെയാണ് എൻ്റെ കീ ചെയിൻ ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് നമുക്കൊരു കാർഡ്ബോർഡ് പീസ് വേണം. കാർഡ്ബോർഡിന് ഞാൻ ഈ ഒരു ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തു. ഹാർട്ട് ഷേപ്പ് തന്നെ വേണമെന്നൊന്നും കമ്പൽസറി അല്ല, പക്ഷെ നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള ഏത് ഷേപ്പ് വേണമെങ്കിലും എടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്കൊരു സ്ക്വയറോ സർക്കിളോ എന്തെന്ന് വെച്ചാൽ എടുക്കാം. എന്നിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ യാണാണ്. നിങ്ങൾക്ക് യാൺ കട്ടിയുള്ള യാണാണെങ്കിൽ അത്രയും നല്ലത്. ഈ മെയിൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഈ ചുറ്റുന്നതാണ്. ചുറ്റുന്ന നമുക്ക് കുറേ ടൈം എടുക്കും, അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല ടൈം കൺസ്യൂമിങ് ആണ്. നിങ്ങൾക്ക് നല്ല പേഷ്യൻസ് ഉണ്ടെങ്കിൽ ഇത് നല്ല കാമിങ് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ്. പക്ഷേ എനിക്ക് അത്രയ്ക്ക് പേഷ്യൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറ്റുന്നത്രയും പെട്ടെന്ന് ചെയ്യുകയാണ്. ഞാൻ ഈ വീഡിയോ സ്പീഡപ്പ് ചെയ്തേക്കുകയാണ്, കാരണം എനിക്കിത് ഒരു വീഡിയോയിൽ ആക്കാൻ പറ്റത്തില്ല. എനിക്ക് ഒരു സൈഡ് തന്നെ ഒരു 10 മിനിറ്റ്സ് എടുത്തതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് കട്ടിയുള്ള യാണാകുമ്പോൾ നിങ്ങൾക്ക് അത്രയും സ്പേസ് ഈ ഒരു ഒറ്റ ചുറ്റത്തിൽ തന്നെ അതെടുക്കുന്നത്. പിന്നെ നമുക്കിത് കീ ചെയിൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കീസിൻ്റെ കൂടെ ഇടാം, ബാഗിൽ ഇടാം, പൗച്ചിലോ അങ്ങനെ എവിടെ വേണമെങ്കിലും ഇത് തൂക്കിയിടാം. ഞാൻ ഇപ്പോൾ ഒരു സൈഡ് ചെയ്തിട്ട് ഞാൻ സൈഡിൽ ടേപ്പ് ഒട്ടിച്ചിട്ടാണ് മറ്റേ സൈഡ് ചെയ്യുന്നത്. എൻ്റെ ഫുൾ യാണ് ഇങ്ങനെ അകത്തേക്ക് കയറ്റി റൗണ്ട് ചെയ്യാൻ ഇച്ചിരി പാടായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചായിട്ട് ചെയ്തിട്ട് ഒട്ടിക്കുകയാണ്. ഞാൻ ഇപ്പോൾ പകുതിത്തോളമായി. ഇപ്പോൾ എൻ്റെ ബാക്കി സൈഡും കൂടെ ഉള്ളു ചെയ്യാൻ. അപ്പം ഞാൻ അതും കൂടെ ചെയ്തിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് റിങ് വേണമല്ലോ. റിങ് ഇല്ലാത്തവർക്ക് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഒരു യാൺ തന്നെ ജസ്റ്റ് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി, ട്രൈ ചെയ്തിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് റിങ് ഉണ്ടെങ്കിൽ പഴയ റിങ് എടുക്കാം. എനിക്ക് ഇവിടെ പഴയ റിങ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് റിങ് ഉണ്ടാക്കാം, സ്റ്റീൽ വയർ വെച്ചിട്ടൊരു റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തിട്ട്. പിന്നെ ഇത് ബാഗിലേക്ക് അറ്റാച്ച് ചെയ്തു. നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഞാൻ എന്തായാലും ഇത് തന്നെ ഇടും. അപ്പോൾ എല്ലാം ട്രൈ ചെയ്യണം. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.